പാകിസ്ഥാൻ എന്ന രാജ്യം എങ്ങനെയാണ് രൂപീകരിക്കപ്പെട്ടത് എന്ന ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ഏതാനും വീഡിയോകളിലൂടെ നമ്മൾ ചർച്ച ചെയ്തത്. ഇതിൽ നമ്മൾ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഇന്ത്യയിലായാലും പാകിസ്ഥാനിലായാലും നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് ബ്രിട്ടീഷ് മാതൃകയിലുള്ള ഒരു ഭരണ സംവിധാനമാണ് എന്നത്. അപ്രകാരമുള്ള ഒരു ഫെഡറൽ ഭരണ സംവിധാനത്തിൽ റിക്കാർഡിക്കലായി രാഷ്ട്രത്തിൻ്റെ പരമാധികാരി രാഷ്ട്രപതി അഥവാ പ്രസിഡന്റ് ആയിരിക്കും. അത് റിക്കാർഡിക്കലി മാത്രമാണ്. യഥാർത്ഥത്തിൽ അത്തരമൊരു ഫെഡറൽ സംവിധാനത്തിൻ്റെ പരമാധികാരി തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന് കീഴിലുള്ള മന്ത്രിമാരും മറ്റ് പാർലമെൻറ്റ് അംഗങ്ങളുമായിരിക്കും. ഇവിടെ ഈ പറയുന്ന ഭരണ സംവിധാനത്തിൽ പ്രധാനമന്ത്രിയും മന്ത്രിമാരും പാർലമെൻറ്റും ഐക്യകണ്ഠേന പാസ്സാക്കി കൊടുക്കുന്ന ഒരു ബില്ല് അഥവാ നിയമം, അതിനെ കണ്ണും പൂട്ടി ഒപ്പുവെച്ച് പാസ്സാക്കി കൊടുക്കുക എന്ന ഒരു റബ്ബർ സ്റ്റാമ്പ് ഡ്യൂട്ടി മാത്രമാണ് പ്രസിഡന്റ് എന്ന് പറയുന്ന നാമമാത്രമായ പരമാധികാരികൾക്കുള്ളത്. അങ്ങനെയുള്ള നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട് ഉദാഹരിക്കാവുന്ന ഒരു കാര്യമാണ് മുൻ ഇന്ത്യൻ പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് സാഹിബിൻ്റെ കാര്യം. 1975 ഇന്ത്യയിൽ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി രാഷ്ട്രീയപരമായ അടിയന്തരാവസ്ഥ എന്ന കരിനിയമം പ്രഖ്യാപിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ രാഷ്ട്രപതി ഈ പറയുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് സാഹിബായിരുന്നു. ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കരിനിയമമാണ് അടിയന്തരാവസ്ഥ. ഈ അടിയന്തരാവസ്ഥക്ക് ഓർഡർ കൊടുത്തത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയാണ്. അവർ തൻ്റെ ഏറ്റവും അടുപ്പമുള്ള ഏതാനും അനുയായികളുമായി മാത്രം ഈ വിഷയം ചർച്ച ചെയ്യുകയും നട്ടപ്പാതിര നിരത്ത് അടിയന്തരാവസ്ഥ എന്ന കരിനിയമ ബില്ല് തയ്യാറാക്കുകയും അത് ഫക്രുദ്ദീൻ അലി അഹമ്മദിൻ്റെ വീട്ടിൽ ചെന്ന് ഒപ്പുവെച്ച് എടുപ്പിക്കുകയുമാണ് ഉണ്ടായത്. അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന നിയമം, ആ ബില്ല് ഒപ്പുവെക്കാൻ വേണ്ടി പ്രധാനമന്ത്രിയും കൂട്ടരും ഫക്രുദ്ദീൻ അലി സാഹിബിൻ്റെ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് അദ്ദേഹം ബാത്റൂമിൽ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വ്യക്തിയെ വിളിച്ചു വരുത്തി ഈ നിയമത്തിൽ ഒപ്പുവെക്കണം എന്ന് ഇന്ദിരാഗാന്ധി ശാസിക്കുകയാണ് ചെയ്തത്. ഒപ്പുവെക്കുകയല്ലാതെ അദ്ദേഹത്തിന് മറ്റൊരു മാർഗമുണ്ടായിരുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം മുതൽ ഇന്ത്യയിൽ രാഷ്ട്രീയപരമായ അടിയന്തരാവസ്ഥ എന്ന കരിനിയമം നിലവിൽ വന്നു. അടിയന്തരാവസ്ഥയുടെ ചരിത്രം നമുക്കറിയാവുന്നതാണ്. ആയിരക്കണക്കിന് ആളുകൾ തടവിലടച്ചു, ആയിരക്കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു, ചിലരെ ഉരുട്ടിക്കൊന്നു, ചിലരെ വെടിവെച്ച് കൊന്നു, ചിലരെ തൂക്കിക്കൊന്നു. രാഷ്ട്രീയ എതിരാളികളെ പാടെ അടിച്ചമർത്തി, രാഷ്ട്രീയ പ്രവർത്തനം നിഷേധിക്കപ്പെട്ടു, സംഘടനാ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടു, അഭിപ്രായ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടു, പത്രസ്വാതന്ത്ര്യ ധർമ്മങ്ങൾ പാടെ അടിച്ചമർത്തപ്പെട്ടു. ഇങ്ങനെയുള്ള ഒരുപാട് കരിനിയമങ്ങൾക്ക് കാരണഭൂതമായിട്ടുള്ള സാധനമാണ് ഈ അടിയന്തരാവസ്ഥ. എന്ന് പറഞ്ഞാൽ ഈ അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ഈ കരിനിയമത്തിൽ പോലും ഒട്ടും താല്പര്യമില്ലാതിരുന്നിട്ടും നിർബന്ധിതനായി ഒപ്പിടേണ്ടി വന്ന ഒരവസ്ഥ ഫക്രുദ്ദീൻ അലി അഹമ്മദ് സാഹിബ് എന്ന് പറയുന്ന മുൻ കോൺഗ്രസ്സുകാരൻ കൂടിയായ ഇന്ത്യയുടെ രാഷ്ട്രപതിക്ക് വന്നു. അതൊരു ഗതികേടായിരുന്നു. ഇപ്രകാരമുള്ള ഗതികേടാണ് ഇന്ത്യയുടെ ഭരണ സംവിധാന പ്രകാരമുള്ള ഒരു രാഷ്ട്രപതിക്ക് ഉള്ളത്. അത് ഇന്ത്യയിലും ബാധകമാണ്, പാകിസ്ഥാനിലും ബാധകമാണ്. ഇതിന് ബാധകമായി ആകെ തകർന്ന് തരിപ്പണമായി മരിച്ചുപോയൊരു വ്യക്തിയാണ് പാകിസ്ഥാൻ്റെ രാഷ്ട്രപതി അല്ലെങ്കിൽ രാഷ്ട്രശില്പി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന, രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മുഹമ്മദ് അലി ജിന്ന സാഹിബിന് വന്നു ചേർന്നത്. ഇത് ചരിത്രമാണ്.